കാർപെൻറ്ററി വൈസ് ലീഡ് സ്ക്രൂ എങ്ങനെ നിർമ്മിക്കാമെന്നാണ് ഈ സെഷനിൽ നമ്മൾ പഠിക്കുന്നത്. സെഷൻ അവസാനിക്കുന്നതോടെ കാർപെൻറ്ററി വൈസ് എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കൂടാതെ ബട്ട്രസ് ഫോം ഓഫ് ത്രെഡ് എക്സ്പ്ലെയിൻ ചെയ്യുവാനും സ്ക്രൂ ത്രെഡ് വിവരിക്കാനും ഡ്രോയിങ്ങിലേതുപോലെ കോമ്പണൻസ് ടേൺ ചെയ്യാനും കോമ്പണൻറ്റിൽ ബട്ട്രസ് ത്രെഡ് ഇടുവാനും സാധിക്കും. വർക്ക് പീസുകൾ ഹോൾഡ് ചെയ്യാനാണ് വൈസുകൾ ഉപയോഗിക്കുന്നത്. ഇവ വ്യത്യസ്ത തരത്തിൽ ലഭ്യമാണ്. ബെഞ്ച് വർക്കിന് ഉപയോഗിക്കുന്ന വൈസുകളെ ബെഞ്ച് വൈസ് അല്ലെങ്കിൽ എഞ്ചിനീയേഴ്സ് വൈസ് എന്ന് വിളിക്കുന്നു. കാസ്റ്റ് അയൺ അല്ലെങ്കിൽ കാസ്റ്റ് സ്റ്റീൽ എന്നിവ കൊണ്ടാണ് ഒരു ബെഞ്ച് വൈസ് നിർമ്മിക്കുന്നത്. ഫയലിംഗ്, സോവിംഗ്, ത്രെഡിംഗ് ഉൾപ്പെടെയുള്ള ഹാൻഡ് ഓപ്പറേഷനുകളിൽ ഹോൾഡ് വർക്കുകൾക്കായാണ് ഇവ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കാർപെൻറ്ററി വർക്കുകളിലെ പ്രധാന ടൂളാണ് കാർപെൻറ്റർ വൈസ്. സർഫേസുകളിൽ ഡാമേജുകൾ വരുത്താതെ ക്ലാമ്പ് വുഡ് ഹോൾഡ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലാണ് ഇവ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സോവിംഗ്, ഡ്രില്ലിംഗ് അല്ലെങ്കിൽ കാർപെൻട്രി ജോലികളിൽ പലപ്പോഴും മരം മുറുകെ പിടിക്കേണ്ടതുണ്ട്. വിപണിയിൽ പലതരം വൈസുകൾ ലഭ്യമാണ്. ഇനി പറയുന്നവയാണ് വൈസിന്റെ പാർട്ടുകൾ: ഫിക്സഡ് ജോ, മൂവബിൾ ജോ, ഹാർഡ് ജോ, സ്പിൻഡിൽ, ബോക്സ് നട്ട്, സ്പ്രിംഗ് എന്നിവ ഒരു ഫയലിന്റെ പാർട്സ് ആണ്. ബോക്സ് നട്ട്, സ്പ്രിംഗ് എന്നിവ ഇന്റേണൽ പാർട്സ് ആണ്. പൂർത്തിയായ ഒരു വർക്ക് ഹോൾഡ് ചെയ്യുമ്പോൾ വർക്ക് സർഫസുകളെ ഡാമേജിൽ നിന്ന് സംരക്ഷിക്കാൻ റെഗുലർ ജോകൾക്ക് മുകളിൽ അലുമിനിയം നൽകിയിരിക്കുന്ന സോഫ്റ്റ് ജോ അല്ലെങ്കിൽ വൈസ് ക്ലാമ്പ് ഉപയോഗിക്കുന്നു. ഗ്ലൂവിംഗ് അപ്പ് ഓപ്പറേഷനുകളിൽ മിക്കപ്പോഴും ജോഡികളായാണ് ക്ലാമ്പുകൾ ഉപയോഗിക്കുന്നത്. ഇതിലൂടെ ജോയിന്റുകൾ ഒന്നിച്ച് ഹോൾഡ് ചെയ്യാൻ ആവശ്യമായ പ്രഷർ ലഭ്യമാകും. പ്ലെയിൻ റെക്ടാങ്കുലർ ബാർ ടൈപ്പ്, ടി ബാർ ടൈപ്പ് എന്നിങ്ങനെ ക്ലാമ്പുകളെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. ക്ലാമ്പുകൾ പ്രധാനമായും മൈൽഡ് സ്റ്റീൽ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. സാധാരണയായി ചതുരാകൃതിയിലുള്ള ഭാഗമാണിത്. റാക്ക് ക്ലാമ്പ്, സ്ക്രൂ ക്ലാമ്പ്, ലൈറ്റ് ഡ്യൂട്ടി പാരലൽഡ് ക്ലാമ്പ്, അഡ്ജസ്റ്റബിൾ ബാർ ക്ലാമ്പ്, ജി അല്ലെങ്കിൽ ഡി ക്ലാമ്പ്, ഡബിൾ ബാർ ക്ലാമ്പ് എന്നിങ്ങനെ പലതരത്തിലുള്ള ക്ലാമ്പുകൾ ലഭ്യമാണ്. മൈനർ ഡയമീറ്ററിൽ നോൺ ലോഡ് ബെയറിംഗ് ഫ്ലാങ്കിൽ ക്ലിയറൻസ് ഉള്ളതും എന്നാൽ ലോഡ് ബെയറിംഗ് ഫ്ലാങ്കുകൾക്കിടയിൽ അല്ലെങ്കിൽ മേജർ ഡയമീറ്ററിൽ ക്ലിയറൻസ് ഇല്ലാത്തതുമായ, അതായത് നോർമൽ സൈസ് എക്സ്റ്റേണൽ, ഇന്റേണൽ ത്രെഡുകളുടെ പ്രൊഫൈലുകൾ ഡയഗ്രാമിൽ സൂചിപ്പിച്ചിരിക്കുന്നു. മൈനർ ഡയമീറ്ററിലും ഫ്ലാങ്കിലും സ്റ്റാൻഡേർഡ് നട്ട് സിസ്റ്റത്തിൽ ക്ലിയറൻസ് ഉള്ളതും എന്നാൽ മേജർ ഡയമീറ്ററിൽ ക്ലിയറൻസ് ഇല്ലാത്തതുമായ എക്സ്റ്റേണൽ, ഇന്റേണൽ ത്രെഡുകളുടെ പ്രൊഫൈൽ ഡയഗ്രത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നു. രണ്ട് ഡയഗ്രത്തിലും സൂചിപ്പിക്കുന്ന ഡയമെൻഷനുകളുമായി അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഫോർമുല നോക്കാം. ഡയഗ്രാം ഫിഗർ 4 മൾട്ടിപ്പിൾ സ്റ്റാർട്ട് ത്രെഡുകളുടെ പ്രൊഫൈൽ സൂചിപ്പിക്കുന്നു. PH സൂചിപ്പിക്കുന്നത് ലീഡാണ്. P എന്നത് പിച്ചിനെ റെഫർ ചെയ്യുന്നു. മൾട്ടിപ്പിൾ സ്റ്റാർട്ട് ത്രെഡ്സിനും സിംഗിൾ സ്റ്റാർട്ട് ത്രെഡ്സിനും ഒരേ പ്രൊഫൈൽ ആണെങ്കിൽ ലീഡ് PHഉം പിച്ച് Pയും ആയിരിക്കും. മൾട്ടിപ്പിൾ സ്റ്റാർട്ട് ത്രെഡിന്റെ പിച്ച് Pക്ക് വേണ്ടി സിംഗിൾ സ്റ്റാർട്ട് ത്രെഡുകളുടെ ലീഡ് Pക്ക് അനുവദനീയമായ വാല്യൂ മാത്രമേ തിരഞ്ഞെടുക്കാനാകൂ. എന്നിരുന്നാലും മൾട്ടിപ്പിൾ സ്റ്റാർട്ട് ത്രെഡുകളിലെ പിച്ച് Pയുടെ മൾട്ടിപ്പിൾ സിംഗിൾ സ്റ്റാർട്ട് ത്രെഡുകളുടെ അനുവദനീയമായ വാല്യൂമായി പൊരുത്തപ്പെടേണ്ടതില്ല. എക്സ്റ്റേണലി ആയാലും ഇന്റേണലി ആയാലും യൂണിഫോം ക്രോസ് സെക്ഷനിലുള്ള വരമ്പാണ് ത്രെഡ് എന്ന് പറയുന്നത്. സിലിണ്ടർ അല്ലെങ്കിൽ കോണിന് ചുറ്റും ഒരു ഹെലിക്സ് പാത്തിലായിരിക്കും ഇത്. സിലിണ്ടർ അല്ലെങ്കിൽ കോണിന് ചുറ്റും യൂണിഫോം സ്പീഡിൽ ഒരു പോയിന്റ് മൂവ് ചെയ്യുമ്പോഴുള്ള ഒരു ടൈപ്പ് കർവ് ആണ് ഹെലിക്സ്. ഇതിൽ സമയം സെയിം ആയിരിക്കും. ആക്സിസിന് പാരലലായി യൂണിഫോം സ്പീഡിലായിരിക്കും മൂവ് ചെയ്യുന്നത്. ത്രെഡുകൾ ഫാസ്റ്റനിങ്ങിനായി ഉപയോഗിക്കുന്നു. ഉദാഹരണം ബോൾഡ് നട്ട്സ്, ട്രാൻസ്മിഷൻ ഓഫ് മോഷൻ. ഉദാഹരണം ലെഡ് സ്ക്രൂ ഉള്ള ഹാഫ് നട്ട്, പ്രിസിഷൻ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ്. ഉദാഹരണം മൈക്രോമീറ്റർ സ്പിൻഡിൽ, ലോഡ് ലിഫ്റ്റിംഗ് പർപ്പസ്. ഉദാഹരണം സ്ക്രൂ ജാക്ക്, റേഡിയൽ ഡ്രില്ലിംഗ് മെഷീനുകളുടെ എലവേറ്റിംഗ് അലാമുകൾ. എലമെന്റ്സ് ഓഫ് ത്രെഡ് എന്നതിനർത്ഥം പാർട്സുകളെയും മറ്റും ടേമുകളെയും സിസ്റ്റമാറ്റിക്കായി നാമകരണം ചെയ്യുക എന്നതാണ്. മേജർ ഡയമീറ്റർ, minor diameter, pitch diameter, pitch of the thread,
ക്രസ്റ്റ്, റൂട്ട്, ഫ്ലാങ്ക് ഓഫ് ദി ത്രെഡ്, ത്രെഡ് ആംഗിൾ, ഡെപ്ത് ഓഫ് ദി ത്രെഡ്, ലീഡ് ആംഗിൾ അല്ലെങ്കിൽ ഹെലിക്സ് ആംഗിൾ, ലീഡ് ഹാൻഡ്, ക്ലിയറൻസ് എന്നിവയാണ് ത്രെഡിന്റെ പാർട്ടുകൾ. ത്രെഡിന്റെ 2 അഡ്ജസ്റ്റ്മെന്റ് ഫ്ലാങ്കുകളുടെ ബോട്ടം സർഫസ് ആണ് റൂട്ട് അല്ലെങ്കിൽ ബോട്ടം. ഫ്ലാങ്ക് അല്ലെങ്കിൽ സൈഡ് എന്നത് ക്രസ്റ്റും റൂട്ടും തമ്മിൽ കണക്ട് ചെയ്യുന്ന ത്രെഡ് സർഫസിന്റെ സൈഡാണ്. ഫ്ലാങ്കുകളെ അല്ലെങ്കിൽ 2 സൈഡുകളെ തമ്മിൽ ജോയിൻ ചെയ്യിക്കുന്ന ടോപ്പ് സർഫസ് ആണ് ക്രസ് അല്ലെങ്കിൽ ടോപ്പ്. പി എന്നത് മില്ലിമീറ്ററിൽ കണക്കാക്കുന്ന പിച്ച് അല്ലെങ്കിൽ ത്രെഡ്സ് പെർ ഇഞ്ച് ആണ്. ബീറ്റ എന്നത് പ്രൊഫൈൽ ആംഗിളിനെ സൂചിപ്പിക്കുന്നു. ത്രെഡിന്റെ ഹെലിക്സ് ആംഗിളിനെ സൂചിപ്പിക്കാനാണ് PHI ഉപയോഗിക്കുന്നത്. സ്മോൾ d by capital D is equal to the major diameter external or internal. Small d1 by capital D1 is equal to the minor diameter internal or external. Small d2 divided by small d2 by capital D2 is equal to the pitch diameter external by internal. സ്ക്രൂ ത്രെഡിന്റെ ഇഫക്റ്റീവ് ഡയമീറ്റർ ആണ് പിച്ച് ഡയമീറ്റർ. ഏകദേശം മേജർ മൈനർ ഡയമീറ്ററുകൾക്കിടയിലെ ഹാഫ് വേ ആയിരിക്കും ഇത്. സ്ക്രൂ ത്രെഡിന്റെ ജോമെട്രിക്കൽ ഷേപ്പാണ് ഹെലിക്സ് ആംഗിൾ. ത്രെഡിന്റെ പിച്ച് ഡയമീറ്റർ അടിസ്ഥാനമാക്കിയാണ് ഇത് തീരുമാനിക്കുന്നത്. പിച്ച് എന്നത് ത്രെഡ് പ്രൊഫൈലിന്റെ ഒരു പോയിന്റിൽ നിന്ന് അനുയോജ്യമായ അടുത്ത പോയിന്റിലേക്കുള്ള ദൂരമാണ്. കാൽക്കുലേഷനുള്ള ഫോർമുല ഇവിടെ നൽകിയിരിക്കുന്നു. കോമ്പണന്റിൽ നിന്നും ഒരു ത്രികോണം മാറ്റി ഈ വളവ് റിപ്രസെന്റ് ചെയ്യാൻ കഴിയും. ഇവിടെ കാണിച്ചിരിക്കുന്നത് പോലെ വ്യത്യസ്ത ഡയമീറ്ററുകളിലെ ഒരേ പിച്ച് വ്യത്യസ്ത ഹെലിക്സ് ആംഗിൾ നൽകുന്നു. ഡ്രോയിങ്ങിലേതുപോലെ കോമ്പണന്റ്സിനെ എങ്ങനെ ടോൺ ചെയ്യാമെന്നും കോമ്പണന്റ്സിൽ നിന്നും ബട്ടർസ് ത്രെഡ് ഉണ്ടാക്കാമെന്നും നമുക്ക് നോക്കാം. ഇതിനായി നിങ്ങൾക്ക് റോ മെറ്റീരിയൽസ്, കട്ടിംഗ് ടൂൾ, 4 ജോ ചക്ക്, ബട്ടർസ് ത്രെഡ്, മെഷറിംഗ് ടൂൾ, അണ്ടർകട്ട് ടൂൾ, ത്രെഡിംഗ് ടൂൾ, ഡ്രില്ലിംഗ് ചക്ക്, ഡ്രിൽ ബെറ്റ്സ് എന്നിവ ആവശ്യമാണ്. ജോബ് സീക്വൻസ് ഇവിടെ പറയുന്നു. റോ മെറ്റീരിയൽസിന്റെ സൈസ് ചെക്ക് ചെയ്യുക. ജോബ് ഒരു 4 ജോ ചക്കിൽ ഹോൾഡ് ചെയ്ത് സ്ക്രൂ ചെയ്യുക. ഒരു അറ്റം അഭിമുഖമായി വെച്ച് ജോബിന്റെ സെന്ററിൽ ഡ്രിൽ ചെയ്യുക. ജോബ് റിവേഴ്സ് ആക്കി വശത്തിന് അഭിമുഖമാക്കി 280 മില്ലിമീറ്റർ നീളത്തിൽ സെന്ററിൽ ഡ്രിൽ ചെയ്യുക. മധ്യഭാഗങ്ങൾക്കിടയിലായി ജോബ് ഹോൾഡ് ചെയ്യുക. ഹെലിക്സ് ആംഗിൾ 30 മില്ലിമീറ്റർ മാക്സിമം പോസിബിൾ നീളത്തിലേക്ക് ടേൺ ചെയ്യുക. അവസാനം 2x45 ഡിഗ്രി ചാംഫർ ചെയ്യുക. ജോബ് തിരിക്കുക. 255 മില്ലിമീറ്റർ നീളത്തിൽ സ്റ്റെപ്പ് ഹെലിക്സ് ആംഗിൾ 25 മില്ലിമീറ്റർ തിരിക്കുക. 215 മില്ലിമീറ്റർ നീളത്തിൽ സ്റ്റെപ്പ് ഹെലിക്സ് ആംഗിൾ 7/8 ഇഞ്ച് അല്ലെങ്കിൽ 22.2 മില്ലിമീറ്റർ തിരിക്കുക. 15 മില്ലിമീറ്റർ നീളത്തിന് സ്റ്റെപ്പ് ഹെലിക്സ് ആംഗിൾ 18 മില്ലിമീറ്റർ തിരിക്കുക. 5 mm വീതിയിൽ അണ്ടർകട്ട് ടൂൾ സജ്ജീകരിച്ച് ഡ്രോയിങ് അനുസരിച്ച് തന്നിരിക്കുന്ന ആഴത്തിൽ കട്ടിങ്ങിന് കീഴിൽ ഉണ്ടാക്കുക. 45 ഡിഗ്രി, 90 ഡിഗ്രി എന്നിവയുടെ ത്രെഡിംഗ് ടൂൾ ശരിയായ സ്ഥാനത്തേക്ക് സജ്ജമാക്കുക. 9 TPI ത്രെഡ് മുറിക്കാൻ മെഷീൻ സജ്ജമാക്കുക. 9 TPI ബട്ടർസ് ത്രെഡ് മുറിക്കുക. ജോബ് ഒഴിവാക്കി അളവുകൾ പരിശോധിക്കുക. കാർപ്പൻറ്ററി വൈസ് ലീഡ് സ്ക്രൂ എങ്ങനെ നിർമ്മിക്കാമെന്ന ഈ സെഷൻ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഇപ്പോൾ കാർപ്പൻറ്ററി വൈസ് എന്താണെന്ന് മനസ്സിലാക്കാനും ബട്ടർസ് ഫോം ഓഫ് ത്രെഡ് എക്സ്പ്ലെയിൻ ചെയ്യുവാനും സ്ക്രൂ ത്രെഡ് വിവരിക്കാനും ഡ്രോയിങ്ങിലേതുപോലെ കോമ്പണൻസ് ടേൺ ചെയ്യാനും കോമ്പണൻസ് ഉപയോഗിച്ച് ബട്ടർസ് ത്രെഡ് ഉണ്ടാക്കുവാനും സാധിക്കുമെന്ന് കരുതുന്നു.